നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെള്ളത്തിലാണെങ്കിലും ഇന്ത്യയുടെ കരുത്തറിഞ്ഞ ലോകം. അറബിക്കടലിൽ കടൽക്കൊള്ളക്കാർ രാജ്യ കപ്പലിലെ 15 ഇന്ത്യക്കാരെ അടക്കം 21 ജീവനക്കാരെ ഇന്ത്യൻ നാവികസേന മോചിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കടൽക്കൊള്ളക്കാർ തട്ടിയെടുത്ത ലൈബീരിയൻ ചരക്കു കപ്പലായ MV ലീല നോർവോക്സ് ഇന്ത്യൻ നാവികസേന കമാൻഡോകൾ പ്രവേശിക്കുന്നതും കമാൻഡോകൾക്ക് ഡെങ്കിലേക്കുള്ള കയറുന്നത് ഉൾപ്പെടെ ഓപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങൾ ദൃശ്യങ്ങളിൽ കാണാം. ഇന്ത്യൻ നാവികസേനയാണ് ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോം അക്കൗണ്ടിലൂടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. കപ്പലിന് സമീപത്തേക്ക് മാർക്കോസ് കമാൻഡോ സംഘം സ്പീഡ് ബോട്ടിൽ എത്തുന്നത് മുതലുള്ള ദൃശ്യങ്ങളാണ് വീഡിയോയിൽ ഉള്ളത്. കപ്പൽ ഉപേക്ഷിച്ചു പോകാൻ കമാൻഡോ സംഘം കടൽക്കൊള്ളക്കാർക്ക് ആദ്യം ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബോട്ടിലെത്തിയ നാവികസേനയിലെ കമാൻഡോകൾ അതിവേഗം കപ്പലിലേക്ക് കയറിയത്. കപ്പലിലേക്ക് നാവികസേന കയറുന്നതിന്റെയും ഡെങ്കിൽ പ്രവേശിക്കുന്നതിനും തുടർന്ന് നടക്കുന്ന നീക്കങ്ങളുമെല്ലാം വീഡിയോയിൽ കാണാം. രക്ഷാപ്രവർത്തനത്തിന് എത്തിയ നാവികസേനയുടെ ഹെലികോപ്റ്ററിൽ നിന്നും പകർത്തിയ ദൃശ്യങ്ങളാണ് ഇതെന്നാണ് സൂചന. സൊമാലിയ തീരത്തിനടുത്ത് വെച്ചാണ് ലൈബീരിയൻ പതാകയുള്ള MV ലീല നോർഫോക്ക് കപ്പൽ കടൽക്കൊള്ളക്കാർ റാഞ്ചിയത്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ INS ചെന്നൈയാണ് ഈ ഒരു സംഭവത്തിൽ പങ്കാളികളായത്. INS ചെന്നൈ കപ്പലിൽ നിന്ന് ഹെലികോപ്റ്റർ കപ്പലിലേക്ക് അടുത്തേക്ക് അയച്ചു. കുറ്റവാളികളോട് കപ്പൽ ഉപേക്ഷിക്കാൻ മുന്നറിയിപ്പ് നൽകി. പിന്നാലെ കപ്പലിനുള്ളിൽ കടന്നത് ദൌത്യം പൂർത്തിയാക്കുകയായിരുന്നു. അറബിക്കടലിൽ വെച്ച് കപ്പൽ തട്ടിയെടുത്തുവെന്ന സന്ദേശം ബ്രിട്ടീഷ് സൈനിക ഏജൻസിയാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് നൽകിയത്. സൊമാലിയൻ തീരത്ത് വെച്ചാണ് കപ്പൽ തട്ടിയെടുത്തത്. ആയുധങ്ങളുമായി കപ്പലിൽ കയറിയ സംഘം കപ്പൽ തട്ടിയെടുത്തുവെന്ന സന്ദേശം നൽകി. എന്നാൽ കപ്പൽ തീരത്തേക്ക് അടുപ്പിച്ചിരുന്നില്ല. നാവികസേനയുടെ നിരീക്ഷണ വിമാനം രാവിലെ കപ്പലിന് മുകളിലൂടെ പറന്ന് സ്ഥിതി വിലയിരുത്തിയ ശേഷമാണ് ഓപ്പറേഷൻ നടത്തിയത്. കമാൻഡോകൾ എത്തുമ്പോഴേക്കും കൊള്ളക്കാർ കപ്പലിൽ നിന്നും രക്ഷപ്പെട്ടെന്നാണ് സൂചന. അതേസമയം അറബിക്കടലിൽ നിരീക്ഷണം ശക്തമാക്കി ഇന്ത്യ. കടൽക്കൊള്ളക്കാരെ നേരിടാനുള്ള കൂടുതൽ കമാൻഡോകളും യുദ്ധക്കപ്പലുകളും എത്തിയിട്ടുണ്ട്. കടൽക്കൊള്ളക്കാരെ ശക്തമായി നേരിടാൻ നാവികസേനാ മേധാവി അഡ്മിറൽ R ഹരികുമാർ എല്ലാ യുദ്ധക്കപ്പലുകൾക്കും നിർദ്ദേശം നൽകി. സൊമാലിയൻ തീരത്ത് കടൽക്കൊള്ളക്കാർ റാഞ്ചിയ കപ്പൽ ഇന്നലെ നാവികസേന മോചിപ്പിച്ചിരുന്നു. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന് ശേഷമുള്ള സാഹചര്യം കടൽക്കൊള്ളക്കാർ മുതലെടുക്കുകയാണെന്നാണ് നാവികസേന വിലയിരുത്തൽ. അറബിക്കടലിന്റെ വടക്ക് നടുകടലിലാണ് കടൽക്കൊള്ളക്കാരെ ഇന്ത്യൻ നാവികസേന ഇന്നലെ നേരിട്ടത്. അറബിക്കടലിൽ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ കപ്പലിലെ 15 ഇന്ത്യക്കാരെ അടക്കം 21 ജീവനക്കാരെയും ഇന്ത്യൻ നാവികസേന മോചിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു.